എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ എതിര് നിൽക്കില്ലായിരുന്നു. ഇനിയിപ്പോ പ്രീതുവിന്റെ വിവാഹം എന്ന് പറയണത് അവളുടെ ഇഷ്ടത്തിന് മാത്രം നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. രാജവംശത്തിന്റെ പിന്തുടർച്ചയുടെ പ്രശ്നം കൂടിയാണ്. രാജത്വം ഞാനുണ്ടാക്കിയതല്ല, അത് തലമുറയായി മാറി വരുന്നതാണ്. അത് കൈമാറാൻ നൂറ്റാണ്ടുകളായി തെറ്റിക്കാത്ത മുറയും കീഴ്വഴക്കവും ഉണ്ട്. അതനുസരിച്ച് പ്രീതുവിനെ കിഷോറിന് തന്നെ വിവാഹം കഴിച്ചു കൊടുത്തേ പറ്റൂ. അത് ഒഴിവാക്കാനാവില്ല. ഇതൊന്നും പറഞ്ഞാൽ പ്രീതുവിന് മനസ്സിലാവില്ല. പ്രായത്തിന്റെ എടുത്തിയാട്ടം, നിന്നോടുള്ള സ്നേഹക്കൂടുതൽ. അവളൊരു പക്ഷേ എന്നെ പോലും ധിക്കരിക്കാൻ തയ്യാറാവും, നിന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. പക്ഷേ അതോടെ അവൾ ഈ കൊട്ടാരത്തിന് വെളിയിലാവും. പണ്ട് നിന്റെ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ. അറിയാലോ, ആ ദുരന്തമാണ് നിന്നെ ഇന്നും വേട്ടയാടുന്നത്. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് ഇനി പ്രീതുവിനെ കൂടെ വലിച്ചയക്കണോ? ഈ കൊട്ടാരത്തിലെ രാജകുമാരിയായി ജീവിക്കേണ്ട അവൾ വെറുമൊരു അന്തേവാസിയായി കഴിയുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് അവളുടെ സമ്മതത്തോടെ തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചു തരണം. പക്ഷേ ഇതിന്റെ പിന്നിൽ ഞാനുണ്ടെന്ന് പ്രീതു ഒരിക്കലും അറിയരുത്. അവൾക്ക് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. പൂർണ്ണ മനസ്സോടെ വേണം അവൾ ഈ അടുപ്പത്തിൽ നിന്ന് പിന്മാറാൻ. ഒരിക്കൽ എന്റെ പെങ്ങൾ എന്നെ ചതിച്ചതാ. എന്നിട്ടും നിന്നെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു കുറവും അറിയിക്കാതാ ഞാൻ വളർത്തിയത്. അന്ന് നിന്റെ അമ്മ ചെയ്ത ആ ചതി ഇന്ന് നീയും എന്നോട് ചെയ്യുമോ? രാവിലെ മുതൽ ഞാൻ വിളിക്കാം, എന്താ തിരിച്ചു വിളിക്കാ? ഞാൻ എന്നെ അവോയ്ഡ് ചെയ്ത് എനിക്ക് മനസ്സിലാവില്ലെന്ന വിചാരം? മനഃപൂർവ്വമല്ല ഞാൻ തിരിച്ചു വിളിക്കാത്തത്. രാവിലെ മുതൽ ഞാൻ കേസിന്റെ പിന്നാലെ. IG-ക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസം നാളെ. ഇപ്പോ എന്റെ മനസ്സിൽ പ്രീതുവോ പ്രേമോ ഒന്നുമല്ല. പ്രവീണിന്റെ കൊലയാളിയെ കണ്ടെത്തുക, അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക, പിന്നെ തിരിച്ചു വിളിക്കാതിരിക്കുക, അതിനോ ലോകത്തില്ലാത്ത ന്യായങ്ങൾ പറയാം, ഒടുക്കം മറക്കണമെന്ന് പറയാം. ഇതൊക്കെ ഭീരുവായ ഒരു കാമുകന്റെ ലക്ഷണങ്ങളാ. അതെ, ഞാനൊരു ഭീരു തന്നെയാ. നിന്റെ കൊട്ടാരത്തിലെ ആചാരങ്ങളോട് പടവെട്ടി ജയിക്കാൻ ഞാൻ ക്ഷത്രിയനൊന്നുമല്ല, ഒരു പാവം ശൂദ്രനാ. സോറി, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വിവേകിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. വിവേകം മിടുക്കനായ ഒരു ഓഫീസറാണെന്ന് തെളിഞ്ഞ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡിന് മാറ്റം വരും. എന്റെ അച്ഛന്റെ പോലും. വിവേക് പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യാം. ഫോൺ വിളി, റൊമാൻസ് ഒന്നും വേണ്ട. പക്ഷെ ഇനി അങ്ങോട്ട് വിവേകിന്റെ ശ്രദ്ധ മുഴുവൻ കേസിലായിരിക്കണം. വേറെ ആരൊക്കെ അന്വേഷിച്ചാലും അവസാനം ഏട്ടന്റെ കൊലപാതകയെ കണ്ടെത്തുന്നത് വിവേക് തന്നെ ആയിരിക്കണം. സോറി, ഐ എം ലേറ്റ് സർ. കെൻ ഐ? തന്നെയൊന്നും കൃത്യസമയത്ത് കൂട്ടിക്കൊണ്ടുവന്നില്ല കിഷോർ. ഇന്ന് വിളിക്കാതെ പോന്നു, അതല്ലേ ഉണ്ടായത്? എക്സാക്ട്ലി സർ. ഇനിയെങ്കിലും താൻ ആരുടെ നിഴലാകാതെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നോക്ക്. ഷുവർ സർ. ഐ വിൽ ട്രൈ ടു ബി ആൻ ഓഫീസർ ആൻഡ് എ ജെന്റിൽമാൻ. ഓക്കെ, ലെറ്റ് us come to the point. ഈ കേസിൽ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ ഫൈൻഡിങ്സും എനിക്കറിയണം. ഐ മീൻ, ആരെയാണ് നമുക്കിപ്പോ സംശയിക്കാവുന്നത്? സർ, തീർച്ച പറയാറായിട്ടില്ല. എന്നാലും എനിക്ക് സംശയം കൃഷ്ണപ്രസാദിനെ. കാരണം പ്രവീണിന്റെ എതിർപ്പ് മൂലമാണ് തമ്പുരാൻ കൃഷ്ണപ്രസാദിനെ മകനായി അംഗീകരിക്കാത്തത്. അതേ ചൊല്ലിയുണ്ടായ വഴക്കായിരിക്കണം കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചത്. ഇറ്റ് ഈസ് പോസിബിൾ. വിവേക്, തനിക്കൊന്നും പറയാനില്ലേ? സർ, അത് പിന്നെ കിഷോർ പറഞ്ഞതിലൊരു പ്രോബ്ലം ഉണ്ട് സർ. കൊലയാളി എങ്ങനെ ബംഗ്ലാവിനകത്തേക്ക് കടന്നു എന്നുള്ളത് പ്രധാനമാണ്. ബലം പ്രയോഗിച്ച് അകത്ത് കിടന്നതിന്റെ ഒരു ലക്ഷണം കാണാനുമില്ല. അതിനാൽ പ്രവീൺ സ്വമേധയാ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടാവണം. തന്റെ ശത്രുവായ കൃഷ്ണപ്രസാദിന് വേണ്ടി പ്രവീൺ ഒരിക്കലും വാതിൽ തുറക്കില്ല. അപ്പോ പരിചയമുള്ള ആർക്കോ വേണ്ടിയാവണം പ്രവീൺ വാതിൽ തുറന്നു കൊടുത്തത്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ പ്രവീണിനോട് അടുപ്പമുള്ള ആരോ ആണ് സാർ ഈ കൊലയ്ക്ക് പിന്നിൽ. വിവേകിന് ആരെങ്കിലും സംശയമുണ്ടോ? തീർച്ച പറയാറായിട്ടില്ല. എന്നാലും എനിക്ക് സംശയം മിസ്റ്റർ മുരളി മോഹനെയാ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, പ്രവീൺ ഇല്ലാതായാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാകുന്ന ആളാ മുരളി മോഹൻ. രണ്ടാമത്, അയാൾ കൊട്ടാരത്തിലുള്ള ആളാ. ഒരു സംശയവും കൂടാതെ പ്രവീൺ അയാൾക്ക് വേണ്ടി വാതിൽ തുറക്കും. മൂന്നാമത്, അയാളുടെ ഭാര്യയെ കാണാതായ സാഹചര്യം.
നോ, അയാൾ അത് ചെയ്യില്ല. കാരണം പ്രവീൺ ഇല്ലാതായാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാവുന്ന ആളാണ് മുരളിമോഹൻ. അങ്ങനെയാവുമ്പോ ആര് കേസ് അന്വേഷിച്ചാലും ആദ്യം സംശയിക്കാൻ മുരളിമോഹനെ ആയിരിക്കും. ഒരു ക്രിമിനൽ വക്കീലായ മുരളിമോഹന് അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അത് ചെയ്യില്ല. കിഷോർ പറഞ്ഞതിനോട് ഞാനും യോജിച്ചേനെ. മുരളീമോഹൻ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ. പക്ഷെ അയാൾ ഒരു ക്രിമിനൽ വക്കീലായതുകൊണ്ട് അയാൾക്കറിയാം ഇപ്പൊ കിഷോർ ചിന്തിച്ചതുപോലെ ഏതൊരു അന്വേഷകനും ചിന്തിക്കുമെന്ന്. അത് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ഡിഫൻസും. അയാളെ തീർച്ചയായിട്ടും സംശയിക്കണം സാർ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ കാര്യമുണ്ട്. കൃഷ്ണപ്രസാദിനെയും മുരളീമോഹനെയും നമുക്ക് ഒരുപോലെ സംശയിച്ചേ പറ്റൂ. അതുകൊണ്ട് കൃഷ്ണപ്രസാദിനെതിരെ കിഷോർ അന്വേഷിക്കേ, യെസ് സർ. അതുപോലെ മുരളീമോഹനെതിരെ വിവേകും അന്വേഷിക്കേ. സാർ, I expect your report within 24 hours. യെസ് സർ. That's all for the time being, gentlemen. Thank you. താങ്ക് യു സർ. അവര് തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. മത്സരിക്കട്ടെ. അപ്പോഴേ ഒരു കേസിന്റെ എല്ലാ സാധ്യതകളെ കുറിച്ചും അവർ ചിന്തിക്കുള്ളൂ.